ഇനി പറയാൻ പോകുന്നത് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോളിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് നമ്മുടെ മൊഡ്യൂളിൽ വന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ ആസ് സച്ച് ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആൻഡ് ഇറ്റ് ഇസ് സെറ്റ് ടു ബി ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ പ്രോസസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. അത് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് ഉള്ളൊരു മാർഗ്ഗമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയാം. സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പ്ലാൻ അല്ലേ, ഇറ്റ് ഇസ് സെറ്റ് ടു ബി എ ലോങ് ടേം പ്ലാൻ. സോ ഏതൊരു ഓർഗനൈസേഷൻ ഒരു സ്ട്രാറ്റജി അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ദി ഹാവ് ടു മേക്ക് ഷുവർ, അതായത് അത് എഫക്റ്റീവ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് അതുകൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ദി ഹാവ് ടു മേക്ക് ഷുവർ. പിന്നെ അവർ ആ റിസൾട്ട്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അവർ എക്സ്പെക്റ്റ് ചെയ്തത് എന്താണ്, അവർ ആക്ച്വൽ എന്താണ്, ഈ രണ്ട് റിസൾട്ട്സ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ കൺട്രോൾ ഉള്ളത്. സോ അതിന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദി എഫക്റ്റീവ്നെസ് ഓഫ് എ ചോസൺ സ്ട്രാറ്റജി. നമ്മളൊരു സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു, ആ സ്ട്രാറ്റജി ചൂസ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് അറ്റൈൻ ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. അതാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അതിൽ തന്നെ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ആ ഫേം അഡോപ്റ്റ് ചെയ്ത ആ സ്ട്രാറ്റജി എന്തിന് ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തേത് ആക്ച്വലും എക്സ്പെക്റ്റഡ് റിസൾട്ട്സും തമ്മിൽ കമ്പയർ ചെയ്യുക. മൂന്നാമത്തത് എന്താണ്, ഇൻ കേസ് ദർ ഇസ് ഡീവിയേഷൻ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. നമ്മൾ പ്രോസസ്സ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് കൺട്രോളിങ് ഒരു മെയിൻ ഫംഗ്ഷനാണ് അല്ലേ. അതായത് എക്സ്പെക്റ്റഡും പിന്നെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുക, എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് ബേസിക്കലി കൺട്രോളിങ്. ഇവിടെയും സെയിം വേ. ഇനി നമ്മളൊരു ഫീച്ചേഴ്സ് ആസച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് ആസ്പെക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഒന്ന്, വെദർ ഇറ്റ് ഹാസ് ബീൻ എഫക്റ്റീവ്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ. രണ്ടാമത്തത്, ഇഫ് നോട്ട്, എന്ത് ആക്ഷനാണ് നമുക്കതിന് എടുക്കാൻ പറ്റുക. ഇങ്ങനത്തെ ഈ രണ്ട് എലമെൻറ്റ്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ്സ്. ഒരിക്കൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല ഇവാലുവേഷൻ, തുടർന്ന് പോകേണ്ട കാര്യമാണ്. ഇറ്റ് ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട് പ്രോഗ്രസീവ്ലി. എപ്പോഴും നമ്മളിങ്ങനെ എന്താണ്, ഇവാലുവേഷൻ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് ടു ബി എൻ ഓൺ ഗോയിങ് പ്രോസസ്സ്. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ കൺട്രോൾ എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡിവൈസ് ചെയ്ത ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്ത സ്ട്രാറ്റജി എഫക്റ്റീവ് ആണോ, സക്സസ്ഫുൾ ആയിരുന്നോ, നമുക്ക് ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റിയിരുന്നോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സക്സസ്സിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാലാമതായിട്ട് കാര്യം പറഞ്ഞു വെച്ചാൽ എന്താണ്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് അവരിതുപോലൊരു പ്ലാൻ ഡിവൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് അവർ ശരിയായ ദിശയിൽ തന്നെയാണോ പോകുന്നതെന്ന് അറിയണം. വെദർ ദേ ആർ ട്രാവലിംഗ് ഓർ വെദർ ദേ ആർ ഇൻ ദ സെയിം പാത്ത് അല്ലെങ്കിൽ ദേ ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോവുകയാണെങ്കിൽ വാട്ട് ഇസ് എ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ വാട്ട് ഇസ് എ നീഡ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ട്രാറ്റജിക് ഇവാലുവേഷൻ നടത്തുന്നതാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്ലാൻ മുറയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ വി ഹാവ് ടു ലുക്ക് ബാക്ക് അല്ലേ. അത് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടോ നമ്മൾ അറിയണം. ഇവിടെയും അത് തന്നെയാണ് ദ മെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഫസ്റ്റ് വൺ എന്താണ്, ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. പ്രൊഡക്ഷൻ ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, R&D ഉണ്ട്. സോ ഇതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ദേ ഹാവ് ടു വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്, ദേ ഹാവ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അവരുടെ ഒബ്ജക്റ്റീവ്സ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ചെയ്യാൻ പാടില്ല. പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, കോർഡിനേഷൻ ഉണ്ടാവണം. ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രമേ അവർ തമ്മിൽ പ്രോപ്പറായിട്ടുള്ള കോർഡിനേഷൻ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതും ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം, സ്ട്രാറ്റജിക് ഇവാലുവേഷനും കൺട്രോൾ വേണം. രണ്ടാമത്തത് എന്താണ്, ഫെസിലിറ്റേറ്റ്സ് ഒപ്റ്റിമൽ യൂസ് ഓഫ് റിസോഴ്സ്. ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, ലാൻഡ്, മെഷീനറി എക്സെട്ര, ഇങ്ങനത്തെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ആൻഡ് ദേ ആർ വെരി ലിമിറ്റഡ്. സോ നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു ഇൻപുട്ട് റിസോഴ്സസ് അല്ലെങ്കിൽ വി ഹാവ് ടു യൂസ് റിസോഴ്സസ് ദാറ്റ് വി ഹാവ്. വി ഡോണ്ട് ഹാവ് റിസോഴ്സസ് ടു വേസ്റ്റ് അല്ലേ. അപ്പം നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ടോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിസോഴ്സൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേഷൻ വേണം. അതായത് ഇൻ കേസ് എക്സസീവ് യൂസേജ് ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി കട്ട് ഡൗൺ.
നെക്സ്റ്റ് വൺ എന്താണ്? ഗൈഡ്സ് ടു ഓപ്പറേഷൻ. അതായത് നമുക്ക് എന്ത് കാര്യത്തിനോ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ വി നീഡ് എ പ്ലാൻ അല്ലേ? എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് വി ഹാവ് ടു ഡിവൈസ് എ പ്ലാൻ, വി ഹാവ് ടു ഫോളോ ഇറ്റ്. വെറുതെ ഫോളോ ചെയ്താൽ മാത്രം പോരാ, ഒരു ഫീഡ്ബാക്കും നമുക്ക് കിട്ടണം. ആ ഫീഡ്ബാക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗൈഡിങ് എങ്ങനെയാണ് കിട്ടുന്നത്? ഇറ്റ് ഇസ് ത്രൂ സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ചെക്സ് വാലിഡിറ്റി ഓഫ് എ സ്ട്രാറ്റജിക് ചോയ്സ്. അതായത് നമ്മൾ എടുത്ത ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ പ്ലാൻ അത് ഇപ്പോഴും റെലവൻ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണോ, അല്ലെങ്കിൽ ചില സമയം നമ്മൾ തെറ്റിപ്പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി, അതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം? വി ഹാവ് ടു അഡോപ്റ്റ് ദിസ് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ്സ് പെർഫോമൻസ് അപ്രൈസൽ. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇത്ര നമ്പർ ഓഫ് ഇത്ര സെയിൽസ് വോളിയം നമുക്ക് കൂട്ടണം, അല്ലെങ്കിൽ ടേൺ ഓവർ നമുക്ക് കൂട്ടണം. അപ്പോൾ എംപ്ലോയീസ് ഇത്ര തന്നെ വർക്ക് ചെയ്യണം. നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ ദെൻ അക്കോർഡിംഗ്ലി ദേ വിൽ ബി റിവാർഡഡ് എന്ന് എംപ്ലോയീസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ വേ ഓഫ് എന്താണ്, ആൻഡ് അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വേ ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. സോ നമ്മൾ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കൂട്ടുക, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഇവാലുവേഷൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് മോട്ടിവേറ്റ്സ് എംപ്ലോയീസ്. അതായത് അവർക്കറിയാം അവർ ആ ഒരു സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇഫ് ദെയർ പെർഫോമൻസ് ഇസ് ബീങ് കണ്ടിന്യൂസ്ലി മോണിറ്റേർഡ്, അവർ അവരുടെ എന്താണ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ദേ വിൽ ബി റിവാർഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് മോട്ടിവേഷൻ ഇൻ ദം. ഒരു സെൻസ് ഓഫ് എന്താണ്, ബിലോങ്ങിങ്നെസ് ഉണ്ടാവും ആ കമ്പനീനോട്. അവർക്ക് ഇനിയും വർക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടും, ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും. നെക്സ്റ്റ് പറയുന്നതാണ് ഫിക്സസ് റെസ്പോൺസിബിലിറ്റി. എവറി ഇൻഡിവിജ്വൽ, എവറി മാനേജർ, എവറി എംപ്ലോയി ഇൻ ഓർഗനൈസേഷൻ ഹാസ് എൻ റെസ്പോൺസിബിലിറ്റി. ഹി ഹാസ് ടു ബി അക്കൗണ്ടബിൾ. ഇതുപോലെ ആര് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിലും ഇതുപോലെ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ മാനേജർ. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരതുപോലെ ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ, ആക്ച്വൽ പെർഫോമൻസോ ആ ടാർഗറ്റും നമ്മൾ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇതുപോലെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനും വി നീഡ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ഷോർട്ട് ടേം പ്ലാൻ, ഇറ്റ് ഈസ് ഫോർ എ ലോങ് ടേം പ്ലാൻ. നമ്മൾ എന്ത് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും, നമ്മൾ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനിയും ഭാവിയിൽ ഒരുപാട് സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയിരുന്നോ എന്ന് ആദ്യം മെഷർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇനി ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. So these are the points related to the need and importance of strategic management, strategic evaluation and control in the process of strategic management. ഇത് നമുക്ക് റഫ്ലി നമുക്ക് എന്താണ് അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നെന്താണ്? ഫീഡ്ബാക്ക്. നമ്മൾ എന്ത് കാര്യത്തിലും ഒരു കൺട്രോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിലും കമ്പയർ ചെയ്യുമ്പോൾ വെദർ വി ഹാവ് അറ്റൈൻഡ് ഇറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ 100 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ഥാനത്ത് 80 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, എന്നാൽ ആ 20 യൂണിറ്റ്സ് എന്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിന് ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. സെയിം വേ ഇവിടെയും എന്താണ്, ഒരു കൺട്രോൾ എക്സസൈസ് ചെയ്താൽ മാത്രമേ വേ ഹാവ് വി ഗോൺ റോങ് ഓർ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഇറ്റ് റൈറ്റ് എന്നറിയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്താണ്? അലേർട്ട്സ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ്. അതായത് സഡൻലി നമ്മൾ ഒരു ഇഷ്യൂ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ അലേർട്ട് ആക്കണമെങ്കിൽ ഇതുപോലൊരു കൺട്രോളും ഉണ്ടാവണം. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ്റെ കേസാണെന്ന് വിചാരിച്ചോ, നമ്മൾ എക്സസീവ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിമാൻഡിനേക്കാൾ എക്സീഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് us. സോ വി ഹാവ് ടു ബി ഇമ്മീഡിയറ്റ്ലി അലേർട്ടഡ് ആ ഒരു ഇഷ്യൂവിനെ കുറിച്ച്. ആൻഡ് ഇറ്റ് ഹാസ് ടു, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സോർട്ടഡ് ഔട്ട്. സോ അങ്ങനെ ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് പെട്ടെന്ന് നമുക്കൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ ഇവാലുവേഷൻ വേണം. നെക്സ്റ്റ് വൺ എന്താണ്? റിഫൈൻ ആൻഡ് ഇംപ്രൂവ് സ്ട്രാറ്റജി. നമ്മൾ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജിക്ക് നമുക്ക് ഒരിക്കലും അത് റിജിഡ് ആക്കി വെക്കാൻ പറ്റില്ല. ഒരിക്കലും അത് എന്ത് ചെയ്യണം? അതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മുടെ എൻവയൺമെൻറ്റ് കണ്ടീഷൻസും ഇൻഡസ്ട്രിയും എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട് ചില സമയത്ത് അതിന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ചില സമയത്ത് അത് ഫ്ലെക്സിബിൾ ആക്കേണ്ടി വരും. സോ യു ഹാവ് ടു റിഫൈൻ ഇറ്റ്. ഇൻ കേസ് ചേഞ്ചസ് വേണമെങ്കിൽ വി ഹാവ് ടു ഇൻകോർപ്പറേറ്റ് ദാറ്റ് ചേഞ്ചസ്. നെക്സ്റ്റ് എന്താണ്? അത് ഇസ് എ കണ്ടിന്യൂഷനാണ് അടുത്തതിലേക്ക്. ചേഞ്ച് ദ സ്ട്രാറ്റജി. നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തു,
അത് സക്സസ്ഫുൾ ആണെന്ന് കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഉടനെ അതിൽ മാറ്റം വരുത്തിയേ പറ്റൂ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് ഇറക്കി, ആ പ്രോഡക്റ്റിന് അത്രത്തോളം ഡിമാൻഡ് ഇല്ല, ദെൻ വി ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി ടേക്ക് ബാക്ക് ദാറ്റ് പ്രോഡക്റ്റ്. നമ്മൾ അവിടെ തന്നെ ആ പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആക്കിയിട്ട് യാതൊരു കാര്യമില്ല. ബിക്കോസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസ്യൂമേഴ്സ്, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ദർ ഇസ് എ ഡിമാൻഡ് ഫോർ ദാറ്റ് പ്രോഡക്റ്റ്. ഇനി ഇൻ കേസ് ഡിമാൻഡ് ഇല്ലയെന്ന് കാണുമ്പോൾ വി ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദ പ്രൊഡക്ഷൻ. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് ശരിക്കും പറയും ഹാവ് ടു ചേഞ്ച് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ റിവാർഡിങ് ബിഹേവിയർ. അതായത് ചില സമയത്ത് എന്താണ്, ചില എംപ്ലോയീസൊക്കെ ഇഫ് ദേ ഹാവ് ഔട്ട് പെർഫോംഡ് അല്ലെങ്കിൽ ഇഫ് ദേ ഹാവ് എക്സെപ്ഷണൽ പെർഫോമൻസ് ഉണ്ടെങ്കിൽ ആ പെർഫോമൻസിന് റിവാർഡ് ചെയ്യണം, ആ പെർഫോമൻസ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. സോ ഇതുപോലൊരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോമൻസ് നല്ലതായിരുന്നു മോശമായിരുന്നു നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളെ തന്നെ സ്റ്റുഡൻസിൻ്റെ കേസിൽ തന്നെ ഓൺലി ആഫ്റ്റർ കണ്ടക്ടിങ് എ ടെസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മൾ നടത്തിയ ക്ലാസ്സസും നിങ്ങൾക്ക് തന്ന മെറ്റീരിയലും വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിരുന്നോ, എഫക്റ്റീവ് ആയിരുന്നു എന്നൊക്കെ. സോ ആൻഡ് ഇൻ കേസ് എന്താണ്, നിങ്ങൾ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കോർഡിംഗ്ലി യു ഹാവ് ടു ബി അപ്രീഷിയേറ്റഡ്. സെയിം വേ ഇവിടെയും ഓർഗനൈസേഷനിലും അതേപോലെ തന്നെയാണ്. നെക്സ്റ്റ് എന്താണ്, കണ്ടിന്യൂഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഫിക്സ് റെസ്പോൺസിബിലിറ്റി. ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് ഉണ്ട്, കോസ്റ്റ് സെൻറ്റേഴ്സ്, റവന്യൂ സെൻറ്റേഴ്സ് ഒക്കെ. അങ്ങനെ ഓരോ സെൻറ്റേഴ്സിന്, ഓരോ ഡിവിഷൻസിന്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി, ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണമെങ്കിലും വേണം നമുക്ക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ലാസ്റ്റ് വൺ എന്താണ്, ഫ്യൂച്ചർ പ്ലാനിങ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ്, ഒരു പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് നിർത്തി പോകേണ്ടതല്ല അല്ലേ. ഇറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂഡ് ഫോർ ദി കമ്മിങ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ എന്താണ് ഫോർ എ ഫർദർ പീരീഡ് ഓഫ് ടൈം ഇറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂഡ്. സോ ഇതുപോലെ ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് പ്രീവിയസ്ലി നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടായിരിക്കും. സോ ഓൾ ദീസ് ആർ ദി അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് തടസ്സങ്ങളുണ്ടാവും അല്ലേ, അതിനൊരു ബാരിയേഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് ഒരു ഹിൻഡ്രൻസ് നമുക്ക് പറയാം അല്ലേ. സോ ഈ ഇവാലുവേഷനും കൺട്രോളും നമുക്ക് എന്താണ്, ചില ഹിൻഡ്രൻസസ് ഉണ്ട്. ഒന്നാമത്തെ പറയുന്നത് ലിമിറ്റ്സ് ഓഫ് കൺട്രോൾ. നമ്മൾ പറഞ്ഞു നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്, ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ടായിരിക്കും ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുന്നുണ്ടാവുക. സോ ആ സ്റ്റാൻഡേർഡിൻ്റെ ലോവർ ലിമിറ്റും അതേപോലെ അപ്പർ ലിമിറ്റൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതാണ് ലിമിറ്റ്സ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞത്. നമുക്ക് ആ എക്സാക്ട് മെഷർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. രണ്ടാമത്തെ എന്താണ്, മെഷർമെൻറ്റ് ഡിഫിക്കൽട്ടീസ്. അതായത് ഇപ്പോൾ നമുക്കിപ്പം പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ സെയിൽസ് ആയിക്കോട്ടെ, based on the number of units we can measure whether we have attained that standards or not. പക്ഷേ എല്ലാ കാര്യത്തിലും അതേപോലെ നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു മെഷർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതേപോലെ മെഷർമെൻറ്റ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡൊക്കെ റെലവൻ്റ് ആണോ, അല്ലെങ്കിൽ വാലിഡ് ആണോ, റിലയബിൾ ആണോ എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് ടു ഇവാലുവേഷൻ. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ കേസിന് ആലോചിച്ചോട്ടെ, യുവർ പെർഫോമൻസ് വിൽ ഡിസൈഡ് യുവർ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലോണം പെർഫോം ചെയ്താൽ മാത്രമേ ഇൻസെൻറ്റീവ്സ് നിങ്ങൾക്ക് തരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ്സും പെർക്വിസിറ്റ്സൊക്കെ തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു മടി ഉണ്ടാവും. അതായത് ഈ ഇവാലുവേഷൻ അവർ എതിർക്കും. അവർക്ക് ഒരിക്കലും ആ ഇവാലുവേഷൻ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ പെർഫോമൻസ് മോശമാണെങ്കിൽ അവരുടെ സാലറി കുറയോ, അല്ലെങ്കിൽ അവരുടെ കമ്പനിയിലുള്ള എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു കൺസേൺസ് ഉണ്ടാവും എംപ്ലോയീസിനൊക്കെ. സോ ദേ മൈറ്റ് റെസിസ്റ്റ് ദിസ് സോർട്ട് ഓഫ് ഇവാലുവേഷൻ. പിന്നെ ഫോക്കസ് ഓൺ ഷോർട്ട് ടേം. ഈവൻ ദോ നമ്മൾ സ്ട്രാറ്റജി ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമത്തേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഉദ്ദേശത്തിലാണ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൾട്ട്സ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോഴും ഷോർട്ട് ടേം മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. ഇമ്മീഡിയറ്റ് റിസൾട്ട്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ലോങ് ടേം കാര്യം നമ്മൾ കുറച്ച് നേരത്തേക്ക് എന്ത് സംഭവിക്കും, മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും അല്ലേ. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് യു ഹാവ് ടു ഡൂ തിങ്സ് റൈറ്റ് അല്ലേ, ആ ഒരു പ്രോപ്പർ രീതിയിൽ നമ്മളത് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. സോ ഇവിടെ എഫക്റ്റീവ്നെസ്സിനല്ല എഫിഷ്യൻസിക്കാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും ബാരിയേഴ്സ് പറഞ്ഞു അല്ലേ, ഈ ബാരിയേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം, റൈറ്റ്. ദാറ്റ് ഈസ് വാട്ട് എവർ പ്രോബ്ലം വി ഹാവ് എൻകൗണ്ടേർഡ് വി ഹാവ് ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. എന്നിട്ട് ആ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനാണ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ ഉള്ളത്. 4 ഉണ്ട്.
premise control, strategic surveillance, special alert control and implementation control. പ്രിമൈസ് കൺട്രോൾ എന്ന് പറയുമ്പം നമുക്ക് ചില ധാരണകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില അനുമാനങ്ങളൊക്കെ ഉണ്ട്, ഒരു അസംഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ അസംഷൻസിനെയാണ് നമ്മൾ പ്രിമൈസസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ മുൻകൂട്ടി നമ്മൾ കണ്ടു വെച്ചിരിക്കുന്ന ചില കണ്ടീഷൻസിനൊക്കെ നമുക്ക് എന്ത് പറയാം, പ്രിമൈസസ് എന്ന് പറയാം. റൈറ്റ്? ആ അസംഷൻസ് ആയിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കുക. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു അവർ അസംഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് മാർച്ചിൽ നമ്മുടെ സെയിൽസ് ഇത്ര നമുക്ക് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ മാർച്ച് ആകുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റ് ഷെയർ ഈ ഒരു ലെവലിൽ എത്തും എന്ന് നമ്മുടെ അസംഷനാണ്. ഇൻ കേസ് ആ അസംഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ല എങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ആർ അസംഷൻ. സോ ദാറ്റ് ഈസ് ആർ പ്രിമൈസ് കൺട്രോൾ. ഈ പ്രിമൈസ് കൺട്രോൾ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സും ഒന്ന് ഇൻഡസ്ട്രി ഫാക്ടേഴ്സും. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ, റൈസ് ഇൻ ദ പ്രൈസസ് അല്ലേ. പിന്നെ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ, ഓൾ ദീസ് ഹാവ് ടു ബി കോൺസ്റ്റൻ്റ്ലി മോണിറ്റേർഡ്. ഈ ഓരോ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഓരോ ഫാക്ടേഴ്സ് കാരണം നമ്മുടെ സ്ട്രാറ്റജിക്ക് എന്ത് പറ്റും, സ്ട്രാറ്റജിക്ക് ചേഞ്ചസ് വരുത്തേണ്ടി വരും. നെക്സ്റ്റ് ദാറ്റ് ഈസ് അസംഷൻസ് മാറ്റേണ്ടി വരും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രി ഫാക്ടേഴ്സ് പറയുമ്പം ഇൻഡസ്ട്രി മീനിങ് ഇറ്റ് ഈസ് എ കമ്പൈലേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫേംസ് അല്ലേ, സിമിലർ ഫേംസ്. ആ ഇൻഡസ്ട്രിയിലുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ബയേഴ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ്, റൈറ്റ്, ന്യൂ എൻട്രൻസ്. ഓൾ ദീസ് ആർ ദി എലമെൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ദി ഇൻഡസ്ട്രി ഫാക്ടേഴ്സ്. So all these have to be constantly monitored. Based on this, our assumptions also have to be set അല്ലെങ്കിൽ changed. നെക്സ്റ്റ് വൺ എന്താണ്, സ്ട്രാറ്റജിക് സർവെയിലൻസ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മോണിറ്റർ ചെയ്യണം അല്ലേ, കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് അകത്തും പുറത്തും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, വി ഹാവ് ടു കീപ്പ് എ ക്ലോസ് വാച്ച്, വി ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ എന്നാണ് പറയുന്നത്. അത് സ്ട്രാറ്റജിക് സർവെയിലൻസ് പറയാം. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സഡൻ അറ്റൻഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡൂ ദി സെയിം. സോ സർവൈലൻസ് പറയുമ്പോൾ എന്താണ്, മോണിറ്റർ ചെയ്യുക. ദറ്റ് ഈസ് ഓൾസോ വൺ സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ എന്താണ്, സ്പെഷ്യൽ അലേർട്ട് കൺട്രോൾ. ചില കാര്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് കമ്പനീസും മേർജ് ചെയ്തു, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്തു എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പുതിയ റൈവൽ ഫേംസ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, അതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയെ എന്താണ്, adverselyയും ബാധിക്കാം, പോസിറ്റീവ്ലിയും ബാധിക്കാം. സോ ദർ ആർ സർട്ടൻ സിറ്റുവേഷൻസ് ദാറ്റ് റിക്വയർസ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കൺട്രോൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ അലേർട്ട് ഉണ്ടാവണം. ദാറ്റ് ഈസ് ഓൾസോ വൺ. നെക്സ്റ്റ് വൺ എന്താണ്, ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജി ഈസ് എ പ്ലാൻ അല്ലേ, അതുപോലെ ഒരുപാട് പ്ലാൻസും പ്രോഗ്രാംസും പോളിസീസൊക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ഫോർമുലേഷൻ കൊണ്ട് മാത്രമല്ല, അത് പിന്നീട് എന്താ സംഭവിക്കുക, വി ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ ടു ആക്ഷൻ അല്ലേ. അതിനാണ് ശരിക്കും നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയാം. സോ ആ ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയ സമയത്ത് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ, അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് നോട്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ വി ഹാവ് ടു മെഷർ ഇറ്റ്. ഇനി ആ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തത് കൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യണം, നമ്മൾ നോക്കേണ്ടതാണ്. നെക്സ്റ്റ് വി ഹാവ് ദ ടെക്നീക്സ് ഓഫ് സ്ട്രാറ്റജിക് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. അതായത് ഇപ്പോൾ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ടല്ലോ, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ പറയുന്ന മെത്തേഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മെക്കാനിസത്തിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ MIS എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈ ഹ്യൂമൻ റിസോഴ്സ് പോലെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിസോഴ്സ് പോലെ ലാൻഡ്, ലേബർ, ഈ റിസോഴ്സസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സാണ് ഡേറ്റ, റൈറ്റ്? That is, for an organization to exist, they have to collect data, they have to collect information, it has to be properly stored, retrieved, and it has to be put into proper use. അതിന് വേണ്ടിയിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഡേറ്റ വി വിൽ മേക്ക് ഡിസിഷൻസ് അല്ലെങ്കിൽ വി വിൽ ഫോർമുലേറ്റ് പോളിസീസ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടാവണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുമ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു പെർട്ടിക്കുലർ ഫേം എടുത്തിട്ട് ആ ഫേമിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് അക്കോർഡിംഗ്ലി നമ്മുടെ ഫേമും ആ ഫേമിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് ആയിട്ട് ഒരേപോലെ പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ദാറ്റ് ഇസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാറ്റ എന്നുള്ള കമ്പനി ഉണ്ടെങ്കിൽ ടാറ്റ ഹാസ് എ ബെസ്റ്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ടാറ്റ ഹാസ് എ പ്ലാൻ ആൻഡ് ദേ ഹാവ് ഇംപ്ലിമെൻറ്റഡ് ഇറ്റ്.
അവരത് സക്സസ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തു, അവർക്ക് അതുകൊണ്ട് അവരുടെ സെയിൽസ് കൂട്ടാൻ പറ്റി. സോ നമ്മളും അതേപോലത്തെ ഒരു പ്ലാൻ ഡെവലപ്പ് ചെയ്യണം, നമ്മളും അതേപോലെ ഫോളോ ചെയ്യണം, റൈറ്റ്? എന്നാൽ നമ്മുടെ പെർഫോമൻസും അവരുടെ പെർഫോമൻസും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുക. അതിനാണ് ചെയ്യുന്നത് ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയാം. അതിനാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയാം. ഒരു നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് പെർഫോമിങ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേമിനെ ഐഡൻറ്റിഫൈ ചെയ്തു, അവരുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മുടെ സ്റ്റാൻഡേർഡും അതേ ലെവലിൽ കൊണ്ടുവരണം എന്ന് നോക്കണം. അതിനാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയാം. ഇനി ബാലൻസ് സ്കോർ കാർഡ്. ബാലൻസ് സ്കോർ കാർഡ് ഇസ് ആർ നെക്സ്റ്റ് വൺ. ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയുമ്പം നമുക്കിപ്പം നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ ഓരോ എലമെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറയുക, കീ പെർഫോമൻസസ് എന്ന് പറയാം. ദറ്റ് ഈസ് നമ്മുടെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവ്, ഇങ്ങനെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ട് ഈ എലമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുക. അതിനാണ് ബാലൻസ് സ്കോർ കാർഡ് എന്ന് പറയാം. ദെൻ കീ ഫാക്ടർ റേറ്റിംഗ്, ഇറ്റ് ഈസ് ക്വൈറ്റ് സിമിലർ ടു ദ ബാലൻസ് സ്കോർ കാർഡ്. ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ, വാട്ട് ആർ ദ കീ എലമെൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഇങ്ങനെ കുറച്ച് കീ ഫാക്ടേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ് പറയുമ്പം ദാറ്റ് ഈസ് ഓരോ ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ഡിവിഷൻസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിന് എന്ത് ചെയ്യാം, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. മെയിൻലി 5 എണ്ണമുണ്ട്: കോസ്റ്റ് സെൻറ്റേഴ്സ്, റവന്യൂ സെൻറ്റേഴ്സ്, എക്സ്പെൻസ് സെൻറ്റേഴ്സ് ആൻഡ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റേഴ്സ്. സോ അവർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സിനും ഓരോ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യും, ആൻഡ് അവർക്ക് ഓരോ സ്റ്റാൻഡേർഡ്സ് പറയും, അവർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ആ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ് അവർ എന്ത് ചെയ്യണം, ഹാസ് ടു ബി ഫുൾഫിൽഡ്. ദെൻ വി ഹാവ് നെറ്റ്വർക്ക് ടെക്നിക്സ്, അതായത് PERT CPM, അതായത് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്സ്, പിന്നെ CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡൊക്കെ. അതായത് എത്ര പെട്ടെന്ന് ഇൻ ദ ഷോർട്ടസ്റ്റ് റൂട്ട് നമുക്കൊരു ഒബ്ജക്റ്റീവ് അറ്റെയിൻ ചെയ്യാൻ പറ്റും, എത്ര കോസ്റ്റ് എഫക്റ്റീവ്ലി നമുക്കൊരു ഒബ്ജക്റ്റീവ് അറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ നെറ്റ്വർക്ക് ടെക്നിക്സ് ആയ PERT CPM. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓൾ ദ ആക്ടിവിറ്റീസ് ഹാവ് ടു ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ് ഒബ്ജക്റ്റീവ് ഓർ ടുവേർഡ്സ് ദാറ്റ് ഗോൾസ്. അതിനാണ് നമ്മൾ എന്ത് പറയുക, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുക. ദെൻ മെമ്മറാൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ MOU, അതാണ് മെമ്മറാൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതൊരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിൽ കുറേ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യും. ദാറ്റ് ഈസ് ഒരു പ്രോമിസ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ MOU ഉള്ളത്. ദാറ്റ് വിൽ സ്റ്റേറ്റ് വാട്ട് ഓൾ ഹാസ് ടു ബി ഡൺ ആൻഡ് ഇറ്റ് ഹാസ് ടു ബി അഡ്ഹേർഡ് വിത്ത്. സോ ഒരു അഗ്രിമെൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ അഗ്രിമെൻറ്റിൽ സ്പെസിഫൈ ചെയ്യുന്നത് എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, എന്തൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെന്നൊക്കെയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, വാല്യൂ ചെയിൻ അനാലിസിസ്. അതായത് all those activities that add value to a particular process. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ദാറ്റ് കംപ്രൈസസ് ദി വാല്യൂ ചെയിൻ. സോ ആ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് മുറക്കി നടക്കുന്നുണ്ടോ എന്നൊക്കെ, ആ പ്രോസസ്സൊക്കെ പ്രോപ്പർലി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. ദാറ്റ് ഈസ് വാല്യൂ ചെയിൻ അനാലിസിസ്. നെക്സ്റ്റ്ലി വി ഹാവ് ദി സ്റ്റാൻഡേർഡ്സ്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ കൺട്രോൾ പറയുമ്പോൾ എന്താണ്, വി ആർ കമ്പയറിങ് ദ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, അല്ലേ? അതായത് ഇപ്പോൾ നമ്മളിപ്പം സെയിൽസ് എന്ന് പറയുമ്പം 100 യൂണിറ്റ്സ് ഹാവ് ടു ബി സോൾഡ്, അതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്. വി ഹാവ് സോൾഡ് 120 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് വി ഹാവ് എക്സീഡഡ് ദി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ എന്താണ്, ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ഡീവിയേഷനാണ്, നമ്മൾ കുറച്ചധികം സെയിൽസ് നടത്തിയിട്ടുണ്ട്. സോ സ്റ്റാൻഡേർഡ്സ് പറയുമ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ബേസിസ്, നമ്മളൊരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ബേസിസ് ആണ്. It is a specific criteria with which the actual performance will be compared. അപ്പോൾ ഇൻ ഷോർട്ട് നിങ്ങളോട് സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിച്ചാൽ പറയാം, അതിൻ്റെ കീ വേർഡ് എന്താണ്, ഇറ്റ് ഈസ് എ ഡിസൈഡ് ഔട്ട്കം ഓർ ആൻ എക്സ്പെക്റ്റഡ് ഇവൻറ്റ് വിത്ത് വിച്ച് മാനേജേഴ്സ് ക്യാൻ കമ്പയർ ദി സബ്സിക്വൻറ്റ് ആക്ടിവിറ്റീസ്, പെർഫോമൻസ് ഓർ ചേഞ്ച്. ഒരു ഔട്ട്കം ആണ്, ഒരു എക്സ്പെക്റ്റഡ് ഇവൻ്റ് ആണ്, അതും ആക്ച്വലായിട്ട് കമ്പയർ ചെയ്യും. ദെൻ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത്? ഒന്ന്, ഇതുപോലെ അവരുദ്ദേശിച്ച ആ എക്സ്പെക്റ്റേഷൻസ് അവർ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത്, ആ ഒരു എംപ്ലോയീസിനായിക്കോട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിനായിക്കോട്ടെ ആ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്.
ഇനി അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇറ്റ് ഇസ് ബിയോണ്ട് ദെയർ എക്സ്പെക്റ്റേഷൻ, അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് റിവൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ഗോൾസും ഓർഗനൈസേഷണൽ ഗോൾസും നമ്മൾ മാനേജ്മെൻറ്റിൽ പഠിച്ച പോലെ ദാറ്റ് ഇസ് സബോർഡിനേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ദി ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് അല്ലേ. ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് എന്താണ് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണം, പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അലോങ് വിത്ത് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഓൾസോ ഹാസ് ടു പ്രോസ്പർ. സോ ഇങ്ങനത്തെ ഈ രണ്ട് പേരുടെയും ഗോൾസ് ദാറ്റ് ഇസ് ഇറ്റ് ഹാസ് ടു ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഇനി നമ്മൾ പറയാൻ പോവാണ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. അതിൽ നമുക്കുള്ളതാണ് ഒന്നാമത് ടൈം സ്റ്റാൻഡേർഡ്. ടൈം സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത്രയും ഒരു സർവീസ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര ടൈമാണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ വിത്തിൻ 2 hours ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ അങ്ങനെ ഒരു ടൈം ബേസ്ഡ് ആയിട്ട് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിനാണ് ഇറ്റ് ഇസ് നോൺ ആസ് ടൈം സ്റ്റാൻഡേർഡ്. ദെൻ നെക്സ്റ്റ്, കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ മാക്സിമം 150 റുപ്പീസ് മാത്രമേ ആവാൻ പാടുള്ളൂ. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 150. സോ അങ്ങനെ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? കോസ്റ്റ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി കോസ്റ്റ് എഫക്റ്റീവ്. ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് ഉണ്ട്, ഓരോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത്രയാണ് പൈസ. നെക്സ്റ്റ് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ്. പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ്സ് പറയുമ്പം ഒരു മന്തിൽ നമ്മൾ ഏകദേശം 1500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളൊരു യൂണിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് മച്ച് ഹാസ് ടു ബി പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ദറ്റ് ഹാസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. അതിനാണ് പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ എന്താണ്? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. നമ്മൾ വെറുതെ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ടൈമുള്ള പ്രൊഡ്യൂസ് ചെയ്ത് തീർക്കണം, കോസ്റ്റ് ഇത്ര ചുരുക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. സോ നമ്മൾ ഇത്രയും ക്വാളിറ്റി ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഗോൾഡിൻ്റെ കാര്യമായിക്കോട്ടെ 916 അല്ലെങ്കിൽ BIS ഹോൾമാർക്ക് ഉണ്ടാവണം. ഇതൊക്കെ എന്താണ്? ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ. അതായത് ദർ ഇസ് ക്വാളിറ്റി ചെക്ക്, ടോട്ടൽ ക്വാളിറ്റി ചെക്കും സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും. സോ ദറ്റ് ഈസ് വി ആർ സെറ്റിംഗ് എ സ്റ്റാൻഡേർഡ് ദറ്റ് ഈസ് ദിസ് ഷുഡ് ബി ദ മിനിമം ക്വാളിറ്റി ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മിനിമം ക്വാളിറ്റി ഓഫ് എ സർവീസ് ബീങ് റെൻഡേഡ്. അതിനാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ബെഞ്ച് മാർക്കിംഗ്. ബെഞ്ച് മാർക്കിംഗ് നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ നേരത്തെ സിറ്റുവേഷൻ പറഞ്ഞ പോലെ ടാറ്റ ഒരു റിനൗണ്ട് ആയിട്ടുള്ള കമ്പനിയാണ്. അവരുടെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാം. നമ്മുടെ കമ്പനിയും അവരുടെ ആ ഒരു കമ്പനിയുടെ ബെസ്റ്റ് പ്രാക്ടീസും ബോത്ത് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അവർ പെർഫോമൻസ് വിച്ച് ഷുഡ് ബി ദ സെയിം ഓഫ് ദാറ്റ് ഓഫ് ദി ദാറ്റ് ഈസ് ആ പയനിയർ കമ്പനിയുണ്ട്, റൈറ്റ്? So it is എന്താണ്? Identifying the best industrial practice and we are also adopting the same. That is a process of measuring the company against the products, practices, services of some of the most efficient global competitors. നമുക്ക് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഓഫ് എക്സലൻസ് ഓർ അച്ചീവ്മെൻറ്റ് അഗെയിൻസ്റ്റ് വിച്ച് അതർ സിമിലർ തിങ്സ് മസ്റ്റ് ബി മെഷേർഡ് ഓർ ജഡ്ജ്ഡ്. അതായത് ഇപ്പോൾ ടാറ്റയ്ക്ക് ഇത്രയും നമ്പർ ഓഫ് കാർസ് അവർക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ അവർക്ക് വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. വി ഓൾസോ ഇപ്പോൾ നമ്മളൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഫങ്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ വി ഷുഡ് ഓൾസോ അറ്റെയിൻ അത്ര നമ്പർ ഓഫ് സെയിൽസ്. സോ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക? ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയാം. ഈ ബെഞ്ച് മാർക്കിങ്ങിൽ തന്നെ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്കിംഗ്. ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ്. ദാറ്റ് ഈസ് ഒരു കമ്പനി എന്ത് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ വി ആർ ഓൾസോ ഗോയിങ് ടു കോപ്പി ദ സെയിം ഓർ വി ആർ ഓൾസോ ഗോയിങ് ടു അഡോപ്റ്റ് ദി സെയിം. വി ആർ ഗോയിങ് ടു എക്സിക്യൂട്ട് ദാറ്റ് ലോങ് ടേം സ്ട്രാറ്റജി. അതിനാണ് സ്ട്രാറ്റജിക് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയാം. ഫങ്ഷണൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ഒപ്റ്റിമൈസിങ് ദ ഫങ്ഷൻ ത്രൂ ബെഞ്ച് മാർക്കിംഗ് വിത്ത് അനദർ കമ്പനി. ദേ ഹാവ് എ ഫങ്ഷൻ, ദാറ്റ് ഈസ് ദേ ഹാവ് എ പെർട്ടിക്കുലർ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരൊരു കാര്യം ചെയ്യുന്നുണ്ട്. ആ ഒരു ഫങ്ഷനും നമ്മുടെ ഫങ്ഷനും സെയിം ആക്കുക, സിമിലർ ആക്കുക. ഇതാണ് ഫങ്ഷണൽ ബെഞ്ച് മാർക്കിംഗ്. ദെൻ വി ഹാവ് ദി പ്രോസസ് ബെഞ്ച് മാർക്കിംഗ്. അതായത് അനദർ കമ്പനി ഹാസ് എ procedure or they have certain steps through which a product is being manufactured or a service being rendered. നമ്മളും അതേ പ്രോസസ്സ് എന്ത് ചെയ്യുക? അഡോപ്റ്റ് ചെയ്യുക. ആ സ്പെസിഫിക് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസും നമ്മളും അഡോപ്റ്റ് ചെയ്യുക. ദെൻ കോമ്പറ്റേറ്റീവ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ഇപ്പം ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ബി, ഇപ്പോൾ എല്ലാം കട്ട് ത്രോട്ട് കോമ്പറ്റീഷനാണെന്ന് പറഞ്ഞു അല്ലേ. സോ ആ റൈവൽ ഫേമും അവരുടെ ടാക്ടിക്സ് എന്താണ്, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അവരെങ്ങനെയാണ് അവരുടെ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ദേ ഹാവ് സർട്ടൻ ബെസ്റ്റ് പ്രാക്ടീസസ്. അത് നമ്മൾ എന്ത് ചെയ്യുക? അഡോപ്റ്റ് ചെയ്യുക. ദെൻ വി ഹാവ് ദി
പ്രോഡക്റ്റ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുമ്പം ഇപ്പം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇഫ് ദേ ഹാവ് ലോഞ്ച്ഡ് എയർപോഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് വയർഡ് ഹെഡ്ഫോൺസ് അവരുടെ പ്രോഡക്റ്റ് ഇന്നൊവേഷനാണ്. സോ നമ്മളും എന്ത് ചെയ്യണം, അതേപോലെ ഇന്നൊവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രോഡക്റ്റ് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ നമ്മളും ചെയ്യണം. ഫിനാൻഷ്യൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ഹൗ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെറ്റ് ഇക്വിറ്റി, അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ലെവറേജ് എങ്ങനെയാണ്, ഫിനാൻഷ്യലി കുറച്ച് എന്താണ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക. മേ ബി അവർക്ക് ഇത്രയും ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇത്ര അവർക്ക് കിട്ടിയിട്ടുണ്ട്, റൈറ്റ്? സോ അല്ലെങ്കിൽ അവരുടെ ഒരു മാർക്കറ്റ് ഷെയർ ഇത്രയുണ്ട്, അല്ലെങ്കിൽ അവരുടെ EPS ഇത്രയുണ്ട്. അങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. ആ ഫിനാൻഷ്യൽ സ്റ്റാൻഡേർഡ്സും നമ്മളും അതേപോലെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനാണ് നമ്മൾ എന്താ പറയുക, ഫിനാൻഷ്യൽ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയാം.